ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ സീരീസിലെ അവസാനത്തെ ടെസ്റ്റ് ആവേശകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ആദ്യ ഇന്നിങ്സിൽ കരുണാരയുടെ ബലത്തിൽ ഇന്ത്യ മെച്ചപ്പെട്ട സ്കോറിലേക്ക് കുതിക്കും എന്ന് തോന്നിയെടുത്ത് വെച്ച് ഇംഗ്ലീഷ് ബോളർമാർ ഇന്ത്യൻ ഇന്നിങ്സിന്റെ നട്ടെല്ലെറിഞ്ഞൊടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിങ്സിന്റെ തുടക്കം വെടിക്കെട്ടോടു കൂടിയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ബാസ്ബോൾ എന്താണെന്ന് ഇന്ത്യൻ ബോളർമാരെ കാണിച്ചു കൊടുക്കുന്ന തരത്തിൽ എല്ലാം അവനെ ഇളക്കി കീറി വിടുമായിരുന്നു. ബെൻ കട്ടിങ്ങിന്റെ അടി എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, ചുമ്മാ കട്ടിങ് അല്ല, ഡക്കറ്റ്, ചുമ്മാ ചെതറി വിടുന്ന ടൈപ്പ് അടിയായിരുന്നു. ആ ഡക്കറ്റിന്റെ വിക്കറ്റ് എടുത്തതിന് ശേഷം ഇന്ത്യൻ ബോളറായിട്ടുള്ള ആകാശ്ദീപ് നടത്തിയ ആ ഒരു ആഹ്ലാദ പ്രകടനം ഫിസിക്കൽ കോണ്ടാക്റ്റോട് കൂടിയായിരുന്നു. അതിനെതിരെ വളരെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങളുണ്ട്. അടി കൊണ്ട് പുറം കീറിയിട്ടും അണ്ണം കാണിക്കുന്ന ജർമ്മൻ ഷെപ്പേർഡ് ഷോ എന്നായിരുന്നു അതിനെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ വിളിച്ചത്, മീൻസ് ക്രിക്കറ്റ് ഫാൻസ് വിളിച്ചത്. കാരണം ഡക്കറ്റ് അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്ത് ചിരിച്ചുകൊണ്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ സ്ഥാനത്ത് വേറെ വല്ല ഓസീസ് പ്ലെയറും ആയിരുന്നെ പെടലി ഇടിച്ച് തിരിച്ചേനെ എന്നാണ് മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റനും ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കിരീടം കയ്യിലേറ്റ് വാങ്ങിയ ക്യാപ്റ്റനും ഒക്കെ ആയിട്ടുള്ള റക്കി പോണ്ടിങ് പറഞ്ഞത്. ഫിസിക്കൽ കോണ്ടാക്ട് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയുന്ന സാധനമല്ല. ഇപ്പം വിക്കറ്റ് നേടാൻ പറ്റില്ല എന്ന് പറഞ്ഞവൻ്റെ വിക്കറ്റ് എടുത്ത ശേഷം ചിരിക്കുക, ആഘോഷിക്കുക, സ്ലെഡ്ജിങ് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അത് ഫിസിക്കൽ കോണ്ടാക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യം ശരിയല്ല. ഞാനായിരുന്നു ആ സ്ഥാനത്തിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ആകാശ്ദീപിനെ ഇടിച്ചേനെ എന്നാണ് ഓസ്ട്രേലിയൻ ക്യാപ്റ്റനായിരുന്ന റക്കി പോണ്ടിങ് പറഞ്ഞത്. സത്യമാണ്. ആ സമയത്ത് സൈമൺസ്, പോണ്ടിങ്, ഹേഡൻ അമ്മാതിരി ഐറ്റംസിൻ്റെ എടുത്താണ് ആകാശ്ദീപ് ഈ സാധനം ഇറക്കിയതെങ്കിൽ ഇടി കിട്ടിയേനെ എന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. അപ്പം ഫ്ലിൻഡോഫ്, സൈമൺസ്, പോണ്ടിങ് ഒക്കെ ആ ഒരു ജീനിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. പക്ഷേ ഇടിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇടിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിലക്കും കാര്യങ്ങളൊക്കെ വാങ്ങണം. പക്ഷേ ആകാശ്ദീപ് കാണിച്ചതും നിയമലംഘനം തന്നെയാണ്. ഫിസിക്കൽ കോണ്ടാക്ട് ഒരു തരത്തിലും പാടില്ലാത്തതായിരുന്നു. ഡക്കറ്റ് അതിനെ ഏത് സ്പിരിറ്റിലാണ് എടുത്തത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ആ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്.